ചെടി കൊണ്ടന്നെ ഇവിടെ കാരാപ്പുഴ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളെയും താങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് ചുമലിലേറ്റിട്ട്. ഇവിടെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ തലയിൽ തുണിയെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. ഈന ടീച്ചർ നല്ല സെറ്റായിട്ട് തൊപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. സെമീർ ടീച്ചർ ചെടീനെ പറ്റി എന്തല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാന്ന്. സെമീർ ടീച്ചർക്ക് എന്ന് പറഞ്ഞാല് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ ഒരുപാട് ചെടിയെല്ലാം ഉണ്ട്. ഹായ് പ്രിയപ്പെട്ടവരെ, വീഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമ്മൾ കാരാപ്പുഴ ഡാമിൽ പോയിന്. അതിൻ്റെ വീഡിയോ ആണ്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അവിടെ നിലവിൽ കാരാപ്പുഴ ഡാമിലെത്തിയ ഹരിമാഷ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം ഇങ്ങോട്ടേക്ക് കയറി വരുന്ന കാഴ്ച നമ്മളിപ്പോ കാണുന്നത്. യസുമാഷ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണെല്ലാം എടുത്തിട്ടുണ്ട്. ചെടികളെ കൊണ്ട് ഒരുപാട് വിവിധ ഇനം ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. ചെടി നല്ല രീതിയിൽ വെട്ടി ഒതുക്കിയിട്ട് ഓരോ മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് അത് കാണാൻ. മികച്ചൊരു കലാവിരുദ്ധ തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒട്ടകത്തിന്റെ എല്ലാം രൂപമാണ് ഉണ്ടാക്കി വെച്ചിട്ട് കാണുന്നത് നമ്മള്. ചെടി കൊണ്ട് തന്നെ ഇവിടെ കാരാപ്പുഴ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു സോഫ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരുപാട് ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പണമാഷ് കുട്ടിയൊക്കെ എന്തെല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് ഇങ്ങനെ നടന്നു പോക്കാന്ന്. സെമീർ ടീച്ചർ ചെടീനെ പറ്റി എന്തെല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാന്ന്. സെമീർ ടീച്ചർക്ക് എന്ന് പറഞ്ഞാല് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ ഒരുപാട് ചെടിയെല്ലാം ഉണ്ട്. ഒരു ജീവനക്കാരൻ ചെടിക്കെല്ലാം മരുന്ന് അടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ തലയിൽ തുണിയെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. ഈന ടീച്ചർ നല്ല സെറ്റായിട്ട് തൊപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. കൊറേ ആളങ്ങ് വേഗം നടന്ന് വരുന്നുണ്ട്. അത്ര കരിവാഷും ടീമും ഇവിടെ വെൽക്കം ആക്കി വെച്ചിട്ടുണ്ട് ചെടീനെ കൊണ്ട്. നാളെ കുട്ടികൾ ഇങ്ങനെ കറങ്ങി താഴോട്ട് പോന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ബാഗിലെ ടീച്ചറും ടീമും സെൽഫി എടുത്തിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ 1ാം ക്ലാസ്സിലെ ടീച്ചർമാരെ ഫോട്ടോ എടുക്കുന്ന നമ്മളിപ്പോ കാണുന്നത്. വിനോദം മാഷം കുട്ടികൾ ഇങ്ങനെ നടന്നിങ്ങനെ വരവാന്ന്. പരിമാഷം കുറെ കുട്ടികൾ ഇങ്ങനെ വെയിലത്ത് തളർന്നിട്ട് നടന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കലാന്ന്. ഡാഷാട്ടൻ, വിനോദ് മാഷ്, മാഷ് എല്ലാരും ഉണ്ട്. വേറെ സ്കൂളിലെ കുട്ടികളെല്ലാം ഇങ്ങനെ വന്നിട്ട് കാണുന്നുണ്ട്. ഏത് സ്കൂളിലാണെന്നൊന്നും അറിയില്ല. കുറെ കുട്ടികളുണ്ട്. നമ്മളെ കുട്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഇരുന്നുണ്ട്. വേറെ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. ഇവിടെ മൊത്തം ഒരുപാട് ചെടികള് വളരെ ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടും വെട്ടി ഒതുക്കിയിട്ടെല്ലാം ഉണ്ട്. ഇവിടെ പിന്നെ മുകളിൽ കുറച്ച് റൈഡുണ്ട്. നമ്മളിങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ടാണുള്ളത്. ചില റൈഡിൽ കയറാൻ പൈസ വേണം, ചിലതിൽ പൈസ വേണ്ട.
അപ്പോൾ താഴത്തെ കാഴ്ചകളും കണ്ട് നമ്മള് കുട്ടികളെല്ലാം ഇങ്ങ് മുകളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാളെയും താങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് ചുമലിൽ ഏറ്റിട്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന ചെടിയാണ്. ഭയങ്കര രസമുണ്ട് പക്ഷെ ഇങ്ങനെ കാണുമ്പോ. ഇതൊരു വാച്ചിങ് ടവറാണ്. യജമാഷ കുട്ടിയൊക്കെ എന്തെല്ലോ പറഞ്ഞു കൊടുക്കലാന്ന്, ഡാമെല്ലാം കാണിച്ചു കൊടുക്കലാന്ന്. ഗ്രീഷ്മ ടീച്ചറും ശിശിര ടീച്ചറും നാരായണ ടീച്ചറിലുണ്ട്. എന്തെല്ലോ അങ്ങ് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആര് കൈ നമ്മൾ മതപ്പേട്ടിയ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് പോകുന്നുണ്ട്. അവിടെ കുട്ടികളെല്ലാം ഇവിടെ നിരന്ന് ഇരുന്നിട്ടുണ്ട്. വിനോദ മാഷും ഉണ്ടായിരുന്നു അടുക്ക് കുട്ടികളെ പോലെ ഇരുന്നിട്ട്. പിന്നെ ടീച്ചർ കുറെ ആളങ്ങ് നടന്നു പോയി. കുട്ടികളെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കലാന്ന്. ഫ്രെയിമൊക്കെ കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കലാന്ന്. റിസ്ക് എടുത്തിട്ട് എടുക്കേണ്ടി വരും. കാരണം ദൂരോട്ടാകുമ്പോൾ കുട്ടികളെല്ലാം ചെറിയ രീതിയിൽ കാണൂലൂ. നേരത്തെ അങ്ങനെ ഗ്രൂപ്പില് ഒരു ഫോട്ടോ ഇട്ടാരോ ഏതോ ഒരു രക്ഷിതാവ് പറഞ്ഞ് ഏതോ ഒരു കുട്ടീന്റെ പേരും പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്ന് തമാശക്ക് പറഞ്ഞായിരിക്കും. അതുപോലെ എല്ലാരും ഫ്രെയിമില് കൊള്ളിക്കാനുള്ള അത്ര പാടില്ലാന്ന് വിനോദ മാഷെല്ലാം ഇല്ലത്. കാരാപ്പുണ്ടാവുന്ന കാഴ്ചകളെല്ലാം കണ്ട് ബസ്സിലേക്ക് കുട്ടികൾ ഒരാളായിട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.